ശിവന്റെ രൂപമാണ്. അല്ല ഉണ്ടാക്കിയതല്ല, നമ്മൾ കൊണ്ടുപോയത് എല്ലാ സാധനങ്ങളും, നെയ്യ്, എണ്ണ സാധനങ്ങളൊക്കെ നമ്മൾ അതിന്റെ എല്ലാ സ്ഥലത്തേക്കും ഒഴിക്കും. ഇതും കാര്യങ്ങൾ പകുതി ഒഴിച്ചിട്ട് പകുതി. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോയ വഴിയല്ല, പോയ വഴി ഇറങ്ങിയതല്ല, റിട്ടേൺ വഴി ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇത് അട്ടപ്പാടി മല്ലീശ്വര ക്ഷേത്രം. ഇവിടെ ശിവഭഗവാനെ മല്ലനായും പാർവതീദേവിയെ മല്ലിയുമായാണ് ആരാധിക്കുന്നത്. പൂർണ്ണമായും ആദിവാസി മേഖലയായ അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ മഹോത്സവമാണ് മല്ലീശ്വര ക്ഷേത്രത്തിലെ മഹാശിവരാത്രി. 116 വനപൂജാരികൾ മഞ്ഞൾ വെള്ളവും ഒരു നേര ഭക്ഷണവുമായി 41 ദിവസം മുന്നേ മഹാവ്രതം ആരംഭിക്കും. 41ാം ദിവസം ശിവരാത്രി നാളിൽ അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ മലനിരയായ മല്ലീശ്വരമുടിയിൽ ഈ വനപൂജാരികൾ ദീപം തെളിയിക്കുന്ന ആ ചടങ്ങ് അതുകണ്ട് ആദിവാസി ഗോത്രങ്ങൾ ആത്മനിർവൃതി അടയുന്ന ആ കാഴ്ച, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് എനിക്ക് തോന്നുന്നു. ഇനി മല്ലീശ്വരമുടിയുടെ ഇതിഹാസത്തിലേക്ക്. അട്ടപ്പാടിയിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്നാണ് 4000 അടി ഉയരത്തിലുള്ള മല്ലീശ്വരമുടി. ഇരുള വിഭാഗത്തിൽ മല്ലനായി ശിവഭഗവാനും മുടുക വിഭാഗത്തിൽ ഗോത്രത്തലവന്റെ മകൾ മല്ലിയായി പാർവതീദേവിയും ജനിച്ചു അത്രേ. സ്വാഭാവികമായും ഇരുവരും പ്രണയത്തിലായി. പക്ഷേ ഗോത്രത്തലവൻ തന്റെ മകളെ മല്ലന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു. മല്ലനും മല്ലിയും തൊട്ടടുത്ത ഊരായ കരുവര ഊരിലേക്ക് അഭയാർത്ഥികളായി ചെന്നെത്തിയെങ്കിലും ഊരുകാർ അവരെ സ്വീകരിച്ചില്ലത്രേ. ദുഃഖത്താൽ മല്ലി അപ്രത്യക്ഷയായി. ഭവാനിപ്പുഴയുടെ തീരത്ത് തപസ്സനുഷ്ഠിക്കുന്ന മല്ലനെയാണ് പിന്നീട് ഊരുവാസികൾ കണ്ടത്. തപസ്സനുഷ്ഠിക്കുന്ന മല്ലന്റെ ജട വളർന്ന് മല്ലീശ്വരമുടിയായെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. അട്ടപ്പാടിയിലെ ഏത് ഊരിൽ നിന്നാലും ശിവരാത്രിയിൽ കത്തിക്കുന്ന ആ വിളക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ വിളക്ക് കരുവര ഊരിൽ നിന്നാൽ മാത്രം കാണാൻ പറ്റില്ലത്രേ. തങ്ങൾക്ക് അഭയം നൽകാത്ത കരുവര ഊരുകാർ ഭഗവാന്റെ അപ്രിയത്തിന് കാരണമായി എന്ന് ഇവിടെയുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും ആദിവാസി ഗോത്ര വിഭാഗത്തിലെ ഏറ്റവും വലിയ മഹോത്സവമാണ് കേരളത്തിലെ അട്ടപ്പാടിയിൽ നടക്കുന്ന ശിവരാത്രി മഹോത്സവം. പരസ്പരം പോരടിച്ചു കഴിഞ്ഞിരുന്ന ആദിവാസി ഗോത്രവിഭാഗങ്ങളെ ഒറ്റക്കെട്ടായി ഒരു വിശ്വാസത്തിന് കീഴിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ഈ മഹാ ഉത്സവം കാരണമായി തീർന്നു. 41 ദിവസത്തെ വ്രതത്തിനും പിന്നെ അമ്പലത്തിലെ പൂജാകർമ്മങ്ങൾക്കു ശേഷം മല കയറുന്ന വനപൂജാരികൾക്കൊപ്പം അടക്കല്ല് എന്ന ഈ സ്ഥലം വരെയാണ് മറ്റുള്ളവർക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ. 116 വനപൂജാരിമാരെയും ഇവിടെ നിന്ന് അങ്ങ് മല്ലീശ്വരമുടിയിലേക്ക് അട്ടപ്പാടി ഗ്രാമം യാത്രയാക്കുന്നു. അതെ, അവരുടെ ഭക്തി നിർഭരമായ ആ മുഹൂർത്തത്തിനു വേണ്ടി അട്ടപ്പാടി മലനിരകളിലെ മല്ലീശ്വരമുടിയിൽ ദീപം ജ്വലിക്കുന്നത് കണ്ട് ആത്മസംതൃപ്തി അടയാനായി ദീപം തെളിയിച്ച് അന്ന് രാത്രി മലമുകളിൽ തങ്ങുന്ന വനസന്യാസിമാർ പിറ്റേ ദിവസം പുലർച്ചെയോടെ അവിടെ നിന്നും മലയിറങ്ങുന്നു. അടക്കല്ലിൽ വന്ന് അവർ റാഗി ഉപയോഗിച്ചുള്ള അട ചുട്ട് എല്ലാവരും ഭക്ഷിച്ചതിന് ശേഷം വീണ്ടും ഗ്രാമത്തിലേക്ക്. മല്ലീശ്വരമുടിയിലെ തീർത്ഥക്കുണ്ടിൽ നിന്നും ശേഖരിച്ച തീർത്ഥജലം ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും വനസന്യാസിമാർ വിതരണം ചെയ്യുന്നു. അതിനുശേഷം ദേവന് പൂജിക്കാനായി കൊണ്ടുപോയ നെൽവിത്തുകളും മറ്റു ധാന്യങ്ങളും അമ്പലത്തിൽ എല്ലാവർക്കുമായി വിതറുന്നു. എല്ലാ കർഷകരും അതിൽ നിന്നും ഇത്തിരി പറക്കിയെടുത്ത് അടുത്ത വർഷ കൃഷിക്കുള്ള വിത്തിന്റെയൊപ്പം ഈ ധാന്യമണികളും തങ്ങളുടെ ഗോത്രദൈവത്തിന്റെ അനുഗ്രഹമായി. മകനാണോ? മുകളില് ഇതുണ്ടോ? ക്ഷേത്രം ഉണ്ടോ? അതെന്താ? ശിവലിംഗാണോ? ശിവലിംഗ ഇത് കൃഷിയായിട്ട് എന്താണ് ഇതിന്റെ കണക്ഷൻ? കാരണം അവിടെ വിത്ത് എറിയുന്നത് തീർച്ചയായിട്ടും ഞങ്ങള് പാരമ്പര്യം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചാമ, റായി, തുമാര, അന്നാര, ഇതാണ് അതില് കേൾക്കാം. അത് കോയൽ മേലെ അത് നമ്മളോട് നേർച്ച. ഞാനിവിടെ വിത്ത് ഇട്ടു. നമ്മുടെ കൃഷിയിൽ വിത്ത് ഇടുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടിടും ശിവലിംഗന് ഈ വിത്ത് നിന്നപ്പോലും ഞാൻ വിചാരണത്തിൽ അങ്ങനെയാണ് അത് വിചാരണം ചെയ്യുന്നത്. നാച്ചുറായിട്ട് കണക്റ്റഡ് ആണ്. ഈ ശിവപാർവതി ആ കഥ അല്ലേ? അതിലൊരു കഥ കേട്ടിട്ടുണ്ട്.
അതെ, അടുത്ത വർഷം തങ്ങളുടെ ഗോത്ര തലവൻ വലിയ ഒരു സമ്പദ് സമൃദ്ധി നിറഞ്ഞ ഒരു കാർഷിക സമ്പത്ത് നൽകുമെന്ന ഒരു വിശ്വാസം. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിലൊന്ന് ഭവാനിപ്പുഴയാണ്. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധജലം അത് ഭവാനിപ്പുഴയ്ക്ക് മാത്രം സ്വന്തം. നമ്മുടെ സൈലന്റ് വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഭവാനിപ്പുഴയ്ക്ക് മാത്രം. ഭവാനിപ്പുഴ തമിഴ്നാട്ടുകാരുടെ പുണ്യനദിയാണ്. നദികളെയും മലകളെയും എല്ലാം ദൈവമായി കരുതുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.